ഈ അനന്തുവിന്റെ മരണം അതിപ്പോ SDP-യുടെ തലയിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കാരണമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവർ വളച്ചൊടിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായിട്ട് അതിനുശേഷം കേരളത്തിൽ ആകെ ഒരു സന്യാസി എന്നുള്ള നിലയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഇതിനു മുമ്പ് സംഘത്തിന്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. എന്നാൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതും ധർമ്മമാണ്. എന്തെങ്കിലും ഈ കേരളത്തിലെ സംഖ്യ എന്ന് പറയുന്ന ഈ നാറികൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിഴച്ചു പറ്റവന്മാരാണ് ഉമ്മാരെന്ന് പയ്യെ പറഞ്ഞാൽ മതിയോ? യഥാർത്ഥ സ്വയംസേവകർക്ക് എല്ലാ കാലത്തും ഉമ്മാര് നാണക്കേട് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. സംഘത്തിന് മാത്രമല്ല, രാഷ്ട്രത്തിന് പോലും. ഇവന്മാരെ എന്ത് സനാതനികളാ? ഇവർക്ക് സനാതന ധർമ്മം എന്താണെന്നറിയോ? ധർമ്മശാസ്ത്രം എന്താണെന്നറിയോ? നീതിശാസ്ത്രം എന്താണെന്നറിയോ? ദണ്ഡനീതി എന്താണെന്നറിയോ? എന്തെങ്കിലും തേങ്ങ അറിയോ? ആകെ കുണ്ടനീതി അറിയോ ഇവന്മാർക്ക്? ഈ നായ്ക്കൾ വന്ന് എന്നെ ഫേസ്ബുക്കിൽ വന്ന് തെരുവിളിയും ഇവന്മാര് മറ്റേ മെസ്സഞ്ചറിലൂടെ ഉലത്തുകയൊക്കെ ചെയ്യുന്നു. മാത്രമല്ല, ഏറ്റവും വലിയ ഭീരുക്കളെന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളാണ്. ഇവരെ നേരിട്ടടിക്കത്തില്ല ആരെയും. നുണ പറഞ്ഞ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക, അതുപോലെ തന്നെ ആൾക്കാരെ പറ്റി പരദൂഷണം പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോവുക, ഏവനെങ്കിലും ഒരുത്തനെ നേരിട്ടടിച്ചിട്ട് ഉള്ള ചരിത്രവും മാർക്കുണ്ടോ? ഇവന്മാരാണെങ്കിൽ ഫസ്റ്റ് നൈറ്റിന് പോകുമ്പോഴും കൂട്ടത്തോട് മാത്രമേ ഇവന്മാർ പോവുള്ളൂ. കുറെ കാവ്യെടുത്ത കോണകന്മാരവിടെ കേരളത്തിലുണ്ടല്ലോ. ഏവനെങ്കിലും ഒരുത്ത ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം, അവിടുത്തെ പോലീസിനും അറിയാം, രാഷ്ട്രീയക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മുടെ ശാഖയിലെ മറ്റേ കൊണാണ്ടർ അല്ലേ, അവനെ ഒന്നും ചെയ്യണ്ട കേട്ടോ എന്ന് പറയുന്നില്ല. അവന്റെ ഉണ്ട ചവിട്ടി മാവാക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ശീലം. അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ഈ പട്ടിത്തീട്ടത്തിന്റെ വില പോലും ഇല്ലാത്ത ഈ ഊളസംഖ്യകളുണ്ടല്ലോ, യുവമാർക്കൊന്നും മറുപടി കൊടുക്കാൻ ഞാൻ സംഘം തേങ്ങ മാങ്ങയെന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ കാണിച്ച് ഫേസ്ബുക്കിലും ഇതിലും കയ്യിൽ ഒരു 650 ചരടും രാഗിയും നെറ്റിയിലും ഒക്കെ കുറിയും ഒക്കെ അടിച്ച് ഇങ്ങനെ വലിയ എന്താ പറയുക സംഭവമാണെന്ന് കാണിച്ചു കിടക്കുന്നില്ല. ഇവന്മാരൊന്നും ഒന്നുമല്ല. പിന്നെ ഈ സംഘം എന്താണ്? അച്ഛനേത്, പള്ളിയിലച്ഛനേത്, വലിയച്ഛനേത്, കൊച്ചച്ഛനേത്, അമ്മായി അച്ഛനേത് എന്ന് തിരിച്ചറിയാതെ ആരെ കണ്ടാലും അച്ഛനായി പരിഗണിച്ച് വീട്ടിൽ വിളിച്ച് കയറ്റുന്ന രീതിയൊന്നും നമുക്കില്ല കേട്ടോടാ ഊളെ സംഖ്യകളെ. ഞാൻ എന്തായാലും നിങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ കുറച്ച് ദിവസമായി ഞാൻ ഷേവൊക്കെ ചെയ്തിട്ട്. നിങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നെ ചെരച്ചു തരുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ വെട്ടാതിരിക്കുന്നത്.